നമസ്കാരം. സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു സമയമാണ് ആദ്യമായിട്ട് ഒരു പെൺകുട്ടി മെൻസസ് ആവുന്ന സമയം. അതായത് ഒരു പെൺകുട്ടിക്ക് മെൻസ്ട്രൽ സൈക്കിൾസ് അല്ലെങ്കിൽ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത്. ആ സമയം നമ്മൾ ആ പെൺകുട്ടിക്ക് ഒരുപാട് കെയർ കൊടുക്കാറുണ്ട്. എന്നാൽ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സമയമാണ് ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ മെൻസസ് നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ അവരുടെ മാനസികമായും ശാരീരികമായും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ചുറ്റുമുള്ളവർ അവർക്ക് അത്രയും കെയർ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, ആ സമയത്ത് ആവശ്യമുള്ളതായിട്ടുള്ള കെയർ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മെനോപോസ് അഥവാ മെൻസസ് നിന്ന് കഴിയുന്ന അല്ലെങ്കിൽ നിൽക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ചാണ്. ആ സമയത്ത് ഉണ്ടാകുന്ന സിംറ്റംസ് അഥവാ ലക്ഷണങ്ങളെ കുറിച്ചും അവർക്ക് എന്തൊക്കെ ടെസ്റ്റുകൾ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചുമാണ്. അപ്പൊ എപ്പോഴാണ് നമ്മൾ മെനോപോസ് എത്തി, അതായത് മെൻസസ് കംപ്ലീറ്റ് ആയി നിന്നു എന്ന് പറയുന്നത് എന്നുള്ളതാണ്. ഒരു വർഷമെങ്കിലും മിനിമം മെൻസ്ട്രൽ സൈക്കിൾ അഥവാ മെൻസ്ട്രൽ ബ്ലീഡിംഗ് ഇല്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് മെനോപോസ് അറ്റൈൻ ചെയ്തു ഒരു സ്ത്രീ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് കൂടുതൽ ഇമ്പോർട്ടന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞാൽ ആ ലേഡി ഇസ് നോ മോർ ഫെർട്ടൈൽ, അതായത് അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ ആ മെനോപോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ യൂഷ്വൽ ഇന്ത്യയിലെ സ്ത്രീകളുടെ മെൻസസ് നിൽക്കുന്ന ടൈം എന്ന് പറയുന്നത് സാധാരണ 45 വയസ്സ് മുതൽ 55 വയസ്സ് വരെയാണ്. അത് പല രീതിയിൽ വ്യത്യാസം വരാം. അതായത് ഫാമിലി എങ്ങനെയാണോ, ഫാമിലിയിൽ ജനറ്റിക് ഫാക്ടേഴ്സ് ഒരുപാട് അതിൽ വരുന്നുണ്ട്. അതായത് അമ്മയ്ക്ക് അല്ലെങ്കിൽ സഹോദരിമാർക്ക് എപ്പോഴാണോ മെൻസസ് നിന്നത് അതനുസരിച്ച് വരാം. അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അനുസരിച്ച് വ്യത്യാസം വരാം. അവരുടെ സ്ട്രെസ് അനുസരിച്ച് വ്യത്യാസം വരാം. പ്രീവിയസ് എന്തെങ്കിലും സർജറീസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കീമോതെറാപ്പി റേഡിയോതെറാപ്പി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഈ മെൻസസ് നിൽക്കുന്ന ടൈമിനെ ബാധിക്കും എന്നുള്ളതാണ്. അപ്പൊ പലർക്കും ആശങ്ക ഉണ്ടാവും അല്ലെങ്കിൽ പലർക്കും ചിന്തയുണ്ടാവും, എങ്ങനെ ഈ മെൻസസ് സ്റ്റാർട്ട് ചെയ്യുന്നു, എങ്ങനെ ഈ മെൻസസ് നിൽക്കുന്നു. ശരിക്കും ഒരു സ്ത്രീയുടെ അണ്ടത്തിൽ നിന്നും എഗ്സ് വലുതായി പൊട്ടി, അതിന് നമ്മൾ ഫോളിക്കിൾ എന്നാണ് പറയുക, വലുതായി പൊട്ടി അത് കഴിഞ്ഞ് ഒരു 14 ദിവസം ഒക്കെ എടുക്കുമ്പോഴാണ് നോർമലി നമുക്ക് മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലീഡിംഗ് വരുന്നത്. ഈ അണ്ടം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ത്രീയുടെ ഓവറിയിൽ, അതായത് 2 ഓവറീസ് 2 അണ്ടങ്ങളും കൂടെ എടുക്കുമ്പോൾ അതിനകത്ത് എഗ്സ് ഏറ്റവും കൂടുതലുള്ള സമയം എപ്പോഴാണെന്ന് അറിയാമോ? ശരിക്കും ആരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. ആ പെൺകുട്ടി അവളുടെ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോൾ 5 മാസം വളർച്ച ഉള്ളപ്പോഴാണ് അവളുടെ അണ്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ അവൾക്ക് എഗ്സ് ഉണ്ടാവുക. അത് ജനിക്കുന്ന സമയം, അതായത് ആ കുട്ടി ജനിച്ച് ഈ ലോകത്തേക്ക് വരുന്ന സമയമാകുമ്പോൾ അതൊരു 1 to 2 മില്യൺ എഗ്സ് ആയിട്ട് കുറയും. അതായത് ആ 5 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഓവറിയിൽ ഉണ്ടാകുന്ന അണ്ടങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്, തനിയെ നശിപ്പിക്കപ്പെടുകയാണ്. അതിനെ അപ്പപ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വഴി അത് തനിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ജനിച്ചു കഴിയുന്ന സമയത്ത് ഒരു 1 to 2 മില്യൺ ആണ് ഉണ്ടാവുക. എന്നാൽ മെൻസസ് ആയി ഫസ്റ്റ് ടൈം മെൻസസ് ആവുന്ന പ്യൂബർട്ടി എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് ആ ലേഡി അല്ലെങ്കിൽ ആ പെൺകുട്ടി കയറി തുടങ്ങുമ്പോൾ അവർക്ക് ഒരു 1 lakh അല്ലെങ്കിൽ 3 lakhs എഗ്സ് ആയിരിക്കും, 1 to 3 lakhs എഗ്സ് ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ മെൻസസ് നിൽക്കാറായ ഒരു സ്ത്രീയുടെ ശരീരം എടുത്ത് നോക്കുമ്പോൾ അവളുടെ അണ്ടങ്ങളിൽ അല്ലെങ്കിൽ ഓവറീസിൽ ഏകദേശം 100ഓളം ഫോളിക്കിൾസ് ഉണ്ടാകും. പക്ഷെ അത് വലുതായി വലിപ്പം വെച്ച് പൊട്ടാനുള്ള കണക്കാക്കിയുള്ള ഫോളിക്കിൾസ് ആയിരിക്കും. അതിനെ നമ്മൾ അട്രീറ്റിക് ഫോളിക്കിൾസ് എന്ന് പറയും. ഇതാണ് നമ്മുടെ ലൈഫ് സ്പാൻ. അപ്പോ എത്രത്തോളം ഓവറീസ് പെട്ടെന്ന് പെട്ടുകൊണ്ടിരിക്കുന്നോ അത്രയും പെട്ടെന്ന് ഒരു സ്ത്രീക്ക് മെനോപോസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നോർമലി ഒരു 45 മുതൽ 55 വയസ്സ് വരെയാണ്. പക്ഷെ ഇതിന് മുന്നേ വരാം. അതിനെ നമ്മൾ ഏർലി മെനോപോസ് എന്ന് പറയും. അതായത് 40 മുതൽ 45 വയസ്സിനിടയ്ക്കാണ് മെൻസസ് നിൽക്കുന്നതെങ്കിൽ അതിന് നമ്മൾ ഏർലി മെനോപോസ് എന്ന് പറയും. ഇനി പ്രിമച്വർ മെനോപോസ് അഥവാ പ്രിമച്വർ ഒവേറിയൻ ഫെയിലിയർ എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. 40 വയസ്സിന് മുന്നേ പല സ്ത്രീകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. 38 വയസ്സിൽ ഒക്കെ മെൻസസ് നിന്നു, അല്ലെങ്കിൽ 35 വയസ്സിൽ ലാസ്റ്റ് 2ാമത്തെ കുട്ടി ഉണ്ടായി, അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് മെൻസസേ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്ന സ്ത്രീകളെ കണ്ടിട്ടുണ്ട്. അതിനെ നമ്മൾ പ്രിമച്വർ ഓവേറിയൻ ഫെയിലിയർ എന്നാണ് പറയുന്നത്. അതായത് നോർമലിന് മുന്നേ തന്നെ ഓവറീസിൽ അണ്ടം ഇല്ലാതാകുക, അത് കാരണം മെൻസ്ട്രൽ സൈക്കിൾസ് വരാതാകുക എന്നുള്ളതാണ്. ആക്ച്വലി ഈ മെൻസസ് എന്ന് പറയുന്ന മെനോപോസ് എന്ന് പറയുന്നത് കുറെ സ്റ്റേജസിലൂടെയാണ് ഒരു സ്ത്രീ കടന്നു പോകുന്നത്. അതിന് പല സ്റ്റേജസ് ഉണ്ട്. അതായത് ഒരു 10 വർഷത്തോളം എടുത്ത് ആ വരുന്ന മാറ്റങ്ങളെയെല്ലാം ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു സ്ത്രീ ഈ മെനോപോസ് എന്ന് പറയുന്ന സ്റ്റേജിലൂടെ കടന്നു പോവുക. അതിന് പ്രീ മെനോപോസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പെരി മെനോപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്,
മെനോപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്, പോസ്റ്റ് മെനോപോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. ഈ പെരി മെനോപോസ് എന്ന് പറയുന്ന സ്റ്റേജ് ഏകദേശം 5 മുതൽ 8 വർഷം വരെ മെൻസസ് നിൽക്കുന്നതിന് കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നതിന് മുന്നേ 5 വർഷം മുതൽ 8 വർഷം വരെ. ആ സമയത്ത് വളരെയധികം പീരീഡ്സ് ഇറഗുലാരിറ്റി ഉണ്ടാകാം, ചിലപ്പോൾ ബ്ലീഡിങ് കുറവായിരിക്കാം, ചിലപ്പോൾ തെറ്റി വരുന്ന പീരീഡ്സ് അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാകാം, പല പ്രാവശ്യം ഹോസ്പിറ്റൽ അഡ്മിഷൻ വേണ്ടി വരാം, പല പ്രാവശ്യം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വേണ്ടി വരാം. അങ്ങനെ ഒരുപാട് റിസ്ക് ഉള്ള ഒരു ടൈമാണ് പെരി മെനോപോസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ആ ലേഡിക്ക് ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകും. എന്താണ് ഹോട്ട് ഫ്ലഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശരീരം ചൂടാകുക, അത് പെട്ടെന്ന് അങ്ങ് വേർക്കുക, അത് കഴിയുമ്പോഴത്തേക്കിന് നോർമലായിട്ട് മാറുക. ഇതിനാണ് നമ്മൾ ഹോട്ട് ഫ്ലഷസ് എന്ന് പറയുന്നത്. ഇത് വാസോമോട്ടർ സിംറ്റം ആണ്. ഇത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ഡെഫിഷ്യൻസിയാണ് കാണിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ അണ്ടങ്ങളിൽ അഥവാ ഓവറീസിൽ നിന്നുണ്ടാകുന്ന എക്സിൽ നിന്നാണ് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്തിന് ആവശ്യമായ 2 ഹോർമോൺസ് അഥവാ ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺസ് ഉണ്ടാകുന്നത്. ഇതില് മെൻസസ് നിൽക്കുന്നതോടുകൂടി ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ ഒരുപാട് അഭാവം ഉണ്ടാവുകയും, ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ എന്ന് പറയുന്നത് നമുക്ക് ഫീമെയിൽസിന് വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള, നമ്മളെ ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ. അത് പെട്ടെന്ന് നഷ്ടപ്പെടുകയും ഒരു സ്ത്രീ ഈക്വൽ ടു ഒരു പുരുഷനെ പോലെ എല്ലാ അസുഖങ്ങളും വരാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ഒരാളായി മാറുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതില് ഈ സമയത്ത് എന്തൊക്കെ ലക്ഷണങ്ങൾ വരുന്നു എന്നാണ് നിങ്ങൾ അറിയേണ്ടത്. ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മെൻസ്ട്രൽ ഇറഗുലാരിറ്റിയാണ്. അതായത് മെൻസ്ട്രൽ സൈക്കിളിൽ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റി. അത് ചിലപ്പോൾ 1 മാസത്തിൽ 2 പ്രാവശ്യം വന്നു എന്നിരിക്കാം, അല്ലെങ്കിൽ ബ്ലീഡിംഗ് വന്നാൽ ചിലപ്പോൾ നിൽക്കാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നു എന്നിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു 2-3 മാസത്തിൽ ഒരിക്കലായിരിക്കും പീരീഡ്സ് വരുന്നത്. പക്ഷെ ആ വരുന്ന ബ്ലീഡിംഗ് ഭയങ്കര അമിതമാവുകയും അത് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരേണ്ടിയും വരാം. അപ്പൊ അത് ഇറഗുലാരിറ്റി ഇൻ മെൻസസ്. പിന്നെ പറയുന്ന വജൈനൽ ഡ്രൈനസ്, താഴ്ഭാഗത്ത് വജൈനയിൽ അവിടെ ഭയങ്കര ഡ്രൈനസ് ഉണ്ടാവുകയും അതുപോലെ തന്നെ മൂത്രം ഒഴിക്കുന്നതിന് ചുറ്റും ആ യൂറിത്രയുടെ ചുറ്റും ഭയങ്കരമായ പെയിൻ, കുത്തുന്ന വേദന ഉണ്ടായിരുന്നു. പല സ്ത്രീകളും ഇങ്ങനെ വന്ന് പറയാറുണ്ട്, ഒരുപാട് വട്ടം മൂത്രം കൾച്ചർ ചെയ്തു, മൂത്രത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു, പക്ഷെ മൂത്രം ഒഴിക്കുന്നതിന് ചുറ്റും എനിക്ക് ഇപ്പോഴും വേദനയുണ്ട്, അത് ട്രീറ്റ്മെന്റ് എത്ര എടുത്തിട്ടും മാറുന്നില്ല. ശരിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന തൊലി, അതായത് നമ്മുടെ വജൈനെ കവർ ചെയ്ത് അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന ആ യൂറിത്രയെ ചുറ്റിയിരിക്കുന്ന തൊലി ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി കാരണം തിൻഡ് ഔട്ട് ആവുകയും അത് കാരണം പെട്ടെന്ന് അവിടെ പെയിൻ വരികയും ചെയ്യുന്നതാണ്. അതിനെയാണ് നമ്മൾ വജൈനൽ ഡ്രൈനസ് വരുന്ന കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അപ്പൊ വജൈനൽ ഡ്രൈനസ് വരാം, അതുകൊണ്ട് തന്നെ അവർക്ക് ബന്ധപ്പെടാനുള്ള താല്പര്യം കുറയാം. അതിനെ നമ്മൾ ഡിക്രീസ്ഡ് ലിബിഡോ എന്ന് പറയും. പിന്നെ ഇത് പോരാഞ്ഞിട്ട് നൈറ്റ് സ്വെറ്റ്, അതായത് ഹോട്ട് ഫ്ലഷസ് ആൻഡ് നൈറ്റ് സ്വെറ്റ്, പെട്ടെന്നുള്ള ചൂടും അത് കഴിഞ്ഞിട്ടുള്ള സ്വെറ്റിങ്ങും, ഇത് രാത്രിയായിരിക്കാം ചിലപ്പോൾ വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവാം, അപ്പോൾ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പ് ഉണ്ടാകാം. അത് കാരണം അവർ ഭയങ്കര ഇറിറ്റബിൾ ആയിരിക്കും, പെട്ടെന്ന് തന്നെ വീട്ടിൽ ദേഷ്യം കാണിക്കും. അതുപോലെ തന്നെ മൂഡ് സ്വിങ്സ് വരാം, ഡിപ്രഷനിലോട്ട് പോകുന്ന സ്ത്രീകളുണ്ട് ഈ സമയത്ത്. ഭയങ്കരമായി അമിതമായി ഡോക്ടറിന്റെ അടുത്ത് എന്റെ ഫ്രണ്ടിൽ വന്നിരുന്ന ഒരുപാട് കരയുന്ന സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഉണ്ടാകുന്ന ഹോർമോണൽ വേരിയേഷൻസ് താങ്ങാൻ പറ്റാതെ പെട്ടെന്ന് തന്നെ ഡിപ്രഷനിലേക്ക് പോകുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ അവരുടെ വെയിറ്റ് പെട്ടെന്ന് കൂടാം. എന്തുകൊണ്ട്? ഈസ്ട്രോജൻ ആണ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൂട്ടുന്നത്. ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി വരുമ്പോൾ മെറ്റബോളിസം, ശരീരത്തിലെ മെറ്റബോളിസം കുറയും. നമ്മൾ പഴയ രീതിയിൽ ആഹാരം കഴിക്കും, പക്ഷെ അത് മെറ്റബോളൈസ് ചെയ്യുന്നില്ല. അപ്പൊ അത് കാരണം യൂസ് ചെയ്യുന്നില്ല, അത് കാരണം ശരീരത്തിൽ വണ്ണം കൂടാം. അതുപോലെ മസിൽ മാസ് കുറയാം. അതുകൊണ്ടാണ് വയസ്സായ സ്ത്രീകളുടെ മസിൽ മാസ് ഭയങ്കര സ്കിന്നൊക്കെ തൂങ്ങി ഇതൊക്കെ ഇരിക്കണം. അപ്പൊ സ്കിൻ ഇലാസ്റ്റിസിറ്റിയും കുറയും, മസിൽ മാസും കുറയും. അതുപോലെ തന്നെ ബോൺ, നമ്മളെ ബോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോർമോൺ ആണ് ഈസ്ട്രോജൻ എന്ന് പറയുന്നത്. ഈസ്ട്രോജന്റെ കുറവ് വരുമ്പോൾ കാൽഷ്യം ഡെപ്പോസിഷൻ ബോണിൽ കുറയുകയും ബോൺ ഡെൻസിറ്റി കുറയുകയും അതിനെ നമ്മൾ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയും. അതുകൊണ്ടാണ് ഒരു 30-35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ സ്ഥിരമായി വൈറ്റമിൻ ഡി ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ചെയ്യുകയും കൃത്യമായി കാൽഷ്യം സപ്ലിമെന്റേഷൻ എടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നത്. അപ്പൊ അത് ബോണിനെ കുറിച്ച്. അപ്പൊ ഇതുകൊണ്ട് ഓസ്റ്റിയോപോറോസിസ് വരുന്നത് കൊണ്ട് എന്ത് പറ്റാം? ചെറിയ ഒരു തട്ടലും മുട്ടലും ഉണ്ടായാൽ തന്നെ ആ സ്ത്രീകൾക്ക് ഫ്രാക്ചർ പെട്ടെന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ്. വലിയ ഇടികളോ അങ്ങനെ ഒന്നും ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് ഓസ്റ്റിയോപോറോസിസ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിന്റെ ആ ഒരു ഫാറ്റ് കുറയുന്നത് കാരണം ബ്രസ്റ്റ് തൂങ്ങാം. ഞാൻ പറഞ്ഞു സ്കിന്നിന്റെ ഇലാസ്റ്റിസിറ്റി കുറയാം. അതുപോലെ തന്നെ സ്റ്റിഫ് ആൻഡ് പെയിൻഫുൾ ആയിട്ടുള്ള ജോയിന്റ്സ് ഉണ്ടാകാം. ഹെർസ്യൂട്ടിസം, അതായത് തലമുടിയിൽ കൊഴിച്ചിലുണ്ടാകാം, അല്ലെങ്കിൽ ഹെയർ തിന്നിങ് ഉണ്ടാകാം, പക്ഷെ ഹെർസ്യൂട്ടിസം വരാം. അതായത് മീശയില് അല്ലെങ്കിൽ താടിയില് പുരുഷന്മാരുടേത് പോലെ മുടി വളർച്ച ഉണ്ടാകാം. അപ്പൊ ഇത് എല്ലാം പുറമെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരു സ്ത്രീയെ ഹാർട്ട് അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നു. ഹാർട്ട് അറ്റാക്ക് വരുന്നതും കൊളസ്ട്രോൾ ശരീരത്തിൽ കൂടുതലായി അത് നമ്മുടെ ബ്ലഡ് വെസലിൽ അടിയുന്നതും തടയാൻ വേണ്ടി ഈ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞ് മെൻസസ് നിന്ന് കഴിഞ്ഞാല് സ്ത്രീകൾക്ക്
ഹാർട്ടിന്റെ പ്രോബ്ലംസ്, അതായത് ഹാർട്ട് അറ്റാക്ക് പോലത്തെ പ്രോബ്ലംസും അതുപോലെ തന്നെ സ്ട്രോക്ക് പോലത്തെ ഇഷ്യൂസും വരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോഴുള്ള സ്ത്രീകൾക്ക് പൊതുവെ നമ്മൾ നേരത്തെ മെനോപോസ് കാണുന്നുണ്ട്. അതായത് ഏജിന് മുന്നേ തന്നെ, നോർമൽ ഏജിന് മുന്നേ തന്നെ മെൻസസ് നിന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പ്രീവിയസ് ഹിസ്റ്ററി ഓഫ് സർജറീസ്, അണ്ടങ്ങളിൽ ഉണ്ടാകുന്ന സർജറീസ്, അതുപോലെ തന്നെ യൂട്രസ് എടുത്ത് മാറ്റി നമ്മൾ അണ്ടങ്ങൾ തിരിച്ച് അവിടെ തന്നെ വെച്ചിരുന്നാലും യൂട്രസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അണ്ടങ്ങളുടെ ഫംഗ്ഷൻ നേരത്തെ സ്റ്റോപ്പ് ചെയ്യാം. അതുപോലെ റേഡിയേഷൻ, കീമോതെറാപ്പി പോലുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റ്സ് എടുക്കുന്ന പേഷ്യൻസ്, പിന്നെ നമ്മുടെ ബാഡ് ഡയറ്റ്, നമ്മുടെ സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസ് ഇല്ലായ്മ, പിന്നെ ഹെർബിസൈഡ്സ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ ഈ കീടനാശിനിയൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ ദോഷമായിട്ട് വരികയും നമ്മുടെ അണ്ടങ്ങളുടെ ഫംഗ്ഷൻ നേരത്തെ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ പലരും ചിന്തിക്കുന്നത് എഗ് ഫ്രീസിങ്ങിനെ പറ്റി. അതായത് നമ്മുടെ ഓവറികളിൽ നിന്നും അണ്ടമെടുത്ത് അതിനെ ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും പ്രഗ്നൻസി ആകണം എന്നുണ്ടെങ്കിൽ അവർക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പല സിനിമാ നടികളും ഇതുപോലെ എഗ് ഫ്രീസ് ചെയ്ത് പിന്നെ ഫ്യൂച്ചറിൽ ഒരു 35, 38 പ്രഗ്നൻസി ആവുന്നവരുണ്ട്. അതൊക്കെ ഇങ്ങനത്തെ മെത്തേഡ് വഴി ഓവം ഫ്രീസ് ചെയ്തിട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ ഇതല്ലാതെ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, പെരിമെനോപോസൽ സ്റ്റേജ്, അതായത് മെൻസസ് നിൽക്കുന്നതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റേജ്, മെൻസസ് കുറച്ച് ഇറഗുലർ ആയി വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേജ്. ആ സ്റ്റേജിൽ എന്ത് സംഭവിക്കും? മെൻസസ് ചിലപ്പോൾ ഒരു 3 മാസം 4 മാസത്തിൽ ഒരിക്കലായിരിക്കും വരുന്നത്. അപ്പൊ പലരും ചിന്തിക്കുന്നുണ്ടാവുക അവർക്ക് പ്രഗ്നൻസി ആ സമയത്ത് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഉള്ളതാണ്. അല്ല, തെറ്റാണ്. ആ സമയത്ത് പ്രഗ്നൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴാണ് അണ്ടം പൊട്ടുന്നത് എന്നുള്ളത് ആ സ്ത്രീക്ക് കൃത്യമായി കണ്ടുപിടിക്കാൻ കഴിയില്ല. ആക്സിഡന്റൽ പ്രഗ്നൻസീസ് ആ ഏജിൽ കോമൺ ആയിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും 46 ഇയേഴ്സിൽ ഒക്കെ സ്ത്രീകൾ പ്രഗ്നന്റ് ആയിട്ട് വരുന്നത് കാണുന്നത്. അപ്പൊ ആ സമയത്ത് നിങ്ങൾ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്, അതായത് ഗർഭനിരോധന മാർഗങ്ങൾ യൂസ് ചെയ്യണം. പിന്നെ ഇനി പറയുന്നത് പോസ്റ്റ് മെനോപോസൽ സ്റ്റേജിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, അതായത് പലപ്പോഴും 6 മാസം, അതായത് 6 മാസം ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന മെൻസസ് ബ്ലീഡിങ്, അത് പലരും നോർമൽ ആയിട്ട് എടുക്കാം. ചിലപ്പോൾ മെൻസസ് നിൽക്കുന്നതിന് മുന്നേ ഇങ്ങനെ വരാറുണ്ട് എന്ന് ചിന്തിക്കാം. ചിലര് 1 വർഷം മെൻസസ് ഇല്ലാതിരുന്നതിന് ശേഷവും ബ്ലീഡിങ് വരുന്നതിന് നോർമൽ ആയിട്ട് എടുക്കാം. പക്ഷേ ഇത് രണ്ടും നമ്മൾ അബ്നോർമൽ ആയിട്ട് കണക്കാക്കേണ്ടതാണ്. 6 മാസം മെൻസസ് ഇല്ലാതിരുന്ന് കഴിഞ്ഞതിന് ശേഷം, അത് 6 മാസം ആയിക്കോട്ടെ 1 വർഷം ആയിക്കോട്ടെ, അതിനുശേഷം എപ്പോ മെൻസ്ട്രൽ ബ്ലീഡിംഗ് വന്നാലും നമ്മൾ അതിനെ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് യൂട്രൈൻ ക്യാൻസർ, അതായത് എൻഡോമെട്രിയൽ ക്യാൻസർ പോലുള്ള സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ അങ്ങനത്തെ കണ്ടീഷൻസ് ഉണ്ടായാലും നിങ്ങൾ ക്ലിയർ ആയിട്ട് ഡോക്ടറിനെ കണ്ട് സ്കാൻ ചെയ്ത് ഇനി ഉള്ളിൽ നിന്ന് ടെസ്റ്റ് ചെയ്ത് എടുത്ത് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി എടുത്ത് പരിശോധിക്കേണ്ടതാണ്. അപ്പൊ അതിനെപ്പറ്റി ഒരു വീഡിയോ, പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ്ങിനെ പറ്റിയ ഒരു വീഡിയോ ഞാൻ ഇനി പിന്നെ ഇടുന്നതാണ്. പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി ഞാൻ പറഞ്ഞു റിസ്ക് കൂടുതലാണ്. അതായത് മെൻസസ് നിന്ന് കഴിഞ്ഞ സ്ത്രീകളിൽ പുരുഷന്മാരെ പോലെ ഈക്വലായി മാറുകയാണ്. പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള അവരുടെ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഹോർമോൺ കുറയുകയാണ്. അവർക്ക് എല്ലാത്തിനുള്ള റിസ്ക് കൂടുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രീക്വന്റ് ആയിട്ട് അവർ ബ്ലഡ് ടെസ്റ്റുകളും ബാക്കി ചെക്കപ്പുകളും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ എന്തൊക്കെ ചെക്ക് ചെയ്യും? രക്തത്തിന്റെ അളവ് നോക്കണം, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കണം, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കണം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കണം, അതുപോലെ തന്നെ ബോൺ ഡെൻസിറ്റോമെട്രി, അതായത് ബോണിന്റെ ഡെൻസിറ്റി കുറയുന്നുണ്ടോ, ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. മാമോഗ്രാം എടുക്കണം, ബ്രസ്റ്റിന്റെ ടെസ്റ്റ് ആണ് മാമോഗ്രാം. ഷുഗർ ടെസ്റ്റ് ചെയ്യണം, കാരണം ഫ്രീക്വന്റ് ആയിട്ട് ഷുഗർ, കൊളസ്ട്രോൾ ഒക്കെ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഹാർട്ടിന്റെ ഇതിന് വേണ്ടിയിട്ട് ആൻജിയോഗ്രാം, അങ്ങനത്തെ ടെസ്റ്റുകളും നിങ്ങൾ എടുക്കേണ്ടതാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞു. മെൻസസ് നിന്ന് കഴിഞ്ഞ് സ്ത്രീകൾ അനുഭവിക്കുന്ന ലക്ഷണങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ വീഡിയോ സ്ത്രീകളോടൊപ്പം തന്നെ പല പുരുഷന്മാരും കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നമ്മുടെ മെൻസസ് ആകുന്ന, അതായത് ആദ്യമായി മെൻസസ് ആകുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്ന അതേ ഇമ്പോർട്ടൻസോടുകൂടി അല്ലെങ്കിൽ അതേ പ്രത്യേകതകളോടുകൂടി ഈ പ്രായത്തിലൂടെ അല്ലെങ്കിൽ ഈ മെനോപോസ് എന്ന് പറയുന്ന സ്റ്റേജിലൂടെ കടന്നു വരുന്ന സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിപ്പോ മക്കളായിക്കോട്ടെ, വീട്ടിലെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവരുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ചിലപ്പോൾ അവർ പുറത്ത് കാണിക്കുന്നത് ഒരു ഇറിറ്റബിലിറ്റി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ദേഷ്യമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ആയിട്ടോ ആയിരിക്കാം. അല്ലെങ്കിൽ തന്നെ അവർക്കുണ്ടാകുന്ന ഇടയ്ക്കുണ്ടാകുന്ന ബ്ലീഡിങ് ചിലപ്പോൾ അവർ പുറത്ത് പറഞ്ഞില്ല എന്ന് വരാം. അപ്പൊ എന്തുകൊണ്ടും അവരുടെ സൈക്കോളജിക്കൽ സപ്പോർട്ടിനും മെന്റലി അവർക്ക് സപ്പോർട്ട് കൊടുക്കാനും അവർക്ക് ഫിസിക്കലി സപ്പോർട്ട് കൊടുക്കാനും ഇൻ കേസ് അവർക്ക് ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം. എല്ലാവരും ആ മെനോപോസ് എന്ന് പറയുന്ന സ്റ്റേജിൽ ആ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.